പത്മരാജൻ പൊസസീവ് ആയിരുന്നോ? പൊസസീവ് ആയിരുന്നു പറഞ്ഞാൽ ഏത് ഭർത്താവാണ് ഭാര്യയുടെ കാര്യത്തിൽ പൊസസീവ് അല്ലാത്തത്? അത്രയ്ക്കൊന്നുമല്ല, എന്നെ വളരെ സ്വാതന്ത്ര്യം തന്നിരുന്നു. എങ്കിലും ആ സമയത്തൊക്കെ വളരെ എന്താ വെച്ചാൽ ഈ മറ്റുള്ളവർ വല്ലതുമൊക്കെ പറയുന്ന കേട്ടാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. പക്ഷെ രാജേച്ചിയുടെ ആ പോസിറ്റിവിറ്റി കൊണ്ടാണ് പത്മരാജനോട് സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞത്. അതെ അതെ, ഞാൻ കേട്ട് വളർന്ന അത് ചുറ്റുപാടല്ലേ. അതുകൊണ്ട് നല്ലൊരു നടനെ നഷ്ടപ്പെട്ടില്ലേ? നടനേക്കാട്ടിലും റൈറ്റർ ആവുന്നതാണ് എനിക്കിഷ്ടം. അതെ, പിന്നെ എന്നും നിൽക്കും നടൻ 10 പാടാൻ കഴിഞ്ഞ് അങ്ങ് വീട്ടിലിരുന്നാൽ പിന്നെ അധികം ഓർത്തൊന്നും വരില്ല. അത്ര വലിയ നടനായിരിക്കണം അങ്ങനെ ഓർക്കണമെങ്കിൽ. ഒരു എഴുത്തുകാരൻ അയാളുടെ പുസ്തകം എന്നെന്നും നല്ല പുസ്തകമാണെങ്കിൽ എന്നും നിലനിൽക്കും. ആസ് എ റൈറ്റർ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന റൈറ്റിംഗ് ആണ്. ഈ പ്രണയം കത്തി നിൽക്കുന്ന സമയത്താണ്, ഇന്നും കത്തി ജ്വലിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അക്കാലത്താണ് രാധാലക്ഷ്മി പത്മരാജൻ എന്ന പേരിൽ കഥകൾ എഴുതുന്നു എന്ന് ചിറ്റൂരൊക്കെ പാട്ടായത്. അത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നാട്ടിലെ കഥകൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് കഥകളുള്ള നാടാണ്, നാട്ടിൻപുറമല്ലേ. അപ്പോൾ നാട്ടിൻപുറമല്ല, ചിറ്റൂര് ഇതാണ്, ടൗണാണ്. പക്ഷേ ജീവിക്കുന്നവരെല്ലാം വളരെ ശുദ്ധ മനുഷ്യരാ, 60കളിലെ മനുഷ്യരാണ്. അതെ അതെ, വളരെ. അപ്പം ഇവരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇദ്ദേഹം ഇതെല്ലാം മനസ്സിലങ്ങ് കുറിച്ച് വെക്കുക, സൈലൻ്റായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അധികം സംസാരിക്കില്ല. കേട്ടോണ്ടിരുന്നിട്ട് ഓരോ കഥകളായിട്ട് പുറത്തു വരാൻ തുടങ്ങിയപ്പോഴാണ് അമ്പലമാണല്ലോ ഞങ്ങളുടെയൊക്കെ അമ്മമാരുടെ സ്ഥിരം വാസം അമ്പലത്തിലാണ്. അമ്പലത്തിൽ പോകുന്ന അതാ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇത്രേ കഥ, അങ്ങനെ ഒരു കഥ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും, അത് എഴുതിയത് തങ്കക്കുട്ടിയാണ്, പേര് മാറ്റി എഴുതുകയാണെന്നൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങനെയല്ല, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ആ പേരിൽ എന്ന് മനസ്സിലായത്.